ബംഗാളിൽ മമതയുടെ കാര്യം പരിങ്ങിലാണ്. ബംഗാൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. പ്രതിഷേധം അനുദിനം ശക്തമാവുകയാണ്. രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം നടക്കുന്നു, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ മറ്റ് എല്ലായിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധം ഏറ്റവും ശക്തമായി ബംഗാളിലെ എല്ലാ തെരുവുകളിലും നടക്കുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. രാജിവെക്കുകയല്ലാതെ മമതയ്ക്ക് മറ്റു മാർഗമില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നു. മമതാ ബാനർജി പക്ഷേ പെട്ടെന്ന് രാജിവെക്കും എന്ന് പ്രതീക്ഷിക്കാനാകില്ല. എങ്കിലും മമതയ്ക്ക് മുകളിൽ കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബംഗാൾ സർക്കാരിന് പെൺകുട്ടികളുടെ സുരക്ഷ ഒരു വിഷയമല്ല എന്നവർ തുറന്നടിച്ചു. നീതി ഉറപ്പാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കുറ്റം മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. സത്യം പറയുന്നവരെ അടിച്ചമർത്തുന്നു. അങ്ങനെ നീളുന്നു ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഈ ആരോപണം കേട്ട ശേഷം മമതയ്ക്ക് അധികാരത്തിൽ തുടരാൻ ഒരു ധാർമ്മികതയും ഇല്ല എന്ന് BJP നേതാക്കൾ ആവർത്തിച്ച് പ്രസ്താവന നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഷഹദാദ് പൂനാവാലയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയത്. ഒരല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ മമത രാജിവെക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മമത മസ്റ്റ് റിസൈൻ എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി മുന്നേറുകയാണ്. ആ പ്രചരണത്തിന് പിന്നിൽ BJP ആണ് എന്ന് TMC ആരോപിക്കുന്നുമുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും സാധാരണക്കാരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു എന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ. ബംഗാൾ ഗവർണറും രൂക്ഷമായ ഭാഷയിലാണ് ഇത് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ബംഗാൾ സുരക്ഷിതമല്ലാത്ത ഒരു ഇടമായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ബംഗാളിൽ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെ ആദരിക്കുന്ന സമൂഹമായിരുന്നു ബംഗാൾ. ആ ഖ്യാതി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വേണം എന്ന് ഗവർണർ പറയുന്നു. ബംഗാൾ സ്ത്രീകളെ പരാജയപ്പെടുത്തി എന്ന് ആരോപിക്കുന്നു. ഗുണ്ടകളെ ഭയന്ന് ഇന്ന് ബംഗാളിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് CV ആനന്ദ് ബോസ് പറയുന്നത്. അമിത്ഷയെ കാണും, കാര്യങ്ങൾ ധരിപ്പിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായി ഉയരുമ്പോൾ മമതാ ബാനർജിക്ക് എത്ര കാലം അധികാരത്തിൽ പിടിച്ച് തൂങ്ങി നിൽക്കാനാകും? കഴിഞ്ഞ 9-ാം തീയതിയാണ് പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പ്രതിഷേധം ഇരമ്പുകയാണ്. അനുദിനം അത് ശക്തി പ്രാപിക്കുകയാണ്. പ്രതിഷേധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം പെട്ടെന്ന് അണയും എന്ന് കരുതാനാകില്ല. ഏതായാലും ഇതിനു പുറകിൽ BJP ആണ് എന്ന ആരോപണം വളരെ ശക്തമായി TMC ഉന്നയിക്കുന്നുണ്ട്. TMC നേതാക്കളായ കുണാൽ ഘോഷും സാകേത് ഗോഖലെയുമൊക്കെ പലതവണ ഈ വിഷയം മാധ്യമങ്ങളിൽ ആവർത്തിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹ മനസാക്ഷി ഇന്ന് മമതയ്ക്കെതിരെ തിരിഞ്ഞോ എന്ന സംശയം കൂടി നിൽക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ജാവേദ്പൂർ ആകട്ടെ, അതുപോലെ ലേക്ക് ടൗൺ ആകട്ടെ, ഉൾനാടൻ പ്രദേശങ്ങളാകട്ടെ, എല്ലായിടത്തും ശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ മമതാ ബാനർജിക്കാകില്ല. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നു. ക്രൂരമായ അതിക്രമത്തിനാണ് കുട്ടി ഇരയായത് എന്നുകൂടി ഓട്ടോപ്സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ ആയി 14ലധികം മുറിവുകളുണ്ട്. ക്രൂരമായ ബലപ്രയോഗത്തിന് പെൺകുട്ടി ഇരയായി എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പറയുന്നത്. അതൊക്കെ ഈ സംഭവത്തിൻ്റെ ക്രൂരതയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവിടെ ശക്തമായി ഉയരുകയാണ്. ഏതായാലും കഴിഞ്ഞ 15-ാം തീയതി തന്നെ കേസ് CBIക്ക് വിട്ടു. ഒരാളെ ഒഴികെ കേസിൽ ബന്ധപ്പെട്ട മറ്റാരെയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പ്രതിഷേധം CBIക്ക് എതിരെ അല്ല ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിൻ്റെ പരാജയത്തിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസ് പരിശോധിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും വിമർശനമുണ്ടായാൽ അതും മമതാ ബാനർജിക്ക് തിരിച്ചടിയാകും. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉഗ്രപ്രതാപിയാണ് മമതാ ബാനർജി.
ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളയാളാണ് താനെന്ന് മമത എല്ലാ കാലവും തെളിയിച്ചിട്ടുണ്ട്. വലിയ ജനകീയ പിന്തുണയും മമതാ ബാനർജിക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അതെല്ലാം ചോർന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബംഗാൾ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം സർക്കാരിനുണ്ട്. 294 അംഗങ്ങളുള്ള ബംഗാൾ നിയമസഭയിൽ 219 പേർ TMCക്കാരാണ്. അതുകൂടാതെ പുറത്തുനിന്ന് 2 പേരുടെ പിന്തുണയുമുണ്ട്. മുഖ്യപ്രതിപക്ഷമായ BJPക്ക് 66 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അട്ടിമറി എളുപ്പത്തിൽ സാധ്യമാകും എന്ന് കരുതാനാകില്ല. പക്ഷേ ശക്തമായ ജനവികാരം മമതയ്ക്കെതിരെ തിരിച്ചുവിടാൻ ഈ പ്രശ്നത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗവർണർ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു യോഗം വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതൊക്കെ രാഷ്ട്രീയമായി മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു മാർഗം മമതാ ബാനർജിക്ക് മുന്നിലില്ല. പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാത്തൊരു സാഹചര്യമുണ്ടായാൽ ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. മമത രാജിവെക്കണമെന്ന ആദ്യത്തെ ആവശ്യം ഉയർന്നത് നിർഭയ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ അമ്മയിൽ നിന്നാണ്. ഇത്തരം അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവർ രാജിവെക്കണമെന്ന ആവശ്യം ന്യായവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഭരണം നടത്താതിരിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഉയരും. നിർഭയ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം അത് മമതാ ബാനർജിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനൊപ്പം പൊതുമനസാക്ഷിയും നിൽക്കുന്നു എന്നതാണ് ശരി. ഒരുപക്ഷെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി BJP ഉയർത്തിപ്പിടിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഭരണത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം എല്ലാ ഘട്ടത്തിലും അടിവരയിടേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് രാത്രിയിൽ സുരക്ഷ ഏർപ്പെടുത്താൻ ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കളിൽ നിക്ഷിപ്തമാണ്. ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അവർക്ക് ഒരു ഘട്ടത്തിലും കഴിയില്ല. അതുകൊണ്ട് തന്നെ മമതാ സർക്കാരിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുകയാണ്.